പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടി സുപ്രീം കോടതി. പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 നിന്ന് 1500 ഉയർത്താനുള്ള തീരുമാനത്തിന് എതിരായ പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി മറുപടി തേടിയത്. വോട്ടർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞു. ഇവരുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നന്ദൻ, ഇപ്പോൾ നമുക്കറിയാം ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാനുള്ള പരമാവധി വോട്ടർമാരുടെ എണ്ണം 1200 ആ നമ്പറാണ് 1500 മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഇത് വോട്ടർമാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും, ആളുകൾ കൂടുന്നത്. അതിന്മേൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു വോട്ടർമാർക്ക് അധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ കാര്യങ്ങൾ നീക്കണമെന്നാണല്ലോ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ, ഇന്ദു പ്രകാശ് സിംഗ് എന്നുള്ള പൊതുപ്രവർത്തക സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് സഞ്ജയ് കുമാറിന്റെയും അതേപോലെ തന്നെ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെയും ബെഞ്ച് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. അതായത് പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാരുടെ എണ്ണം 1200 നിന്നും 1500 ആക്കുവാനുള്ള തീരുമാനത്തെയാണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതിന്മേൽ ഉടൻ തന്നെ വിശദീകരണം നൽകുവാൻ 3 ആഴ്ചക്കകം തന്നെ വിശദീകരണം നൽകുവാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജനുവരിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഇതിൽ ഹർജിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് വോട്ടർമാരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ ഒരു വലിയ പ്രശ്നമാണ്. കാലാവസ്ഥയും അതേപോലെ തന്നെ തിരക്കും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിഭാഗം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രധാനമായും ഈ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് ഇത് രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണ ഇത്തരം ബൂത്തുകൾ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്ത ശേഷമാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത്. ഏതായാലും ഇലക്ഷൻ കമ്മീഷനോട് 3 ആഴ്ചക്കകം വിശദീകരണം നൽകുവാനും അടുത്ത ജനുവരിയിൽ ഈ കേസ് വീണ്ടും പരിഗണിക്കുവാനും സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. വിനോദ്, തീർച്ചയായും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ എണ്ണം 1200 നിന്നും 1500 വർദ്ധിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ കോടതിയിൽ ഹർജി വന്നത്. സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.